നമ്മളെ ബോട്ടാണിക്കൽ ഗാർഡന്റെ അവിടെ എത്തിയിട്ടാകുമ്പോ ഫുള്ള് ബോട്ടാണിക്കൽ ഗാർഡന്റെ അവിടെ എല്ലാ സൈഡിലെ ടൗൺ ആണിത് ഈ കാണുന്നത്. എല്ലാം കടകള് കാര്യങ്ങളൊക്കെ ഉണ്ട്. കഴിക്കാൻ എന്തെങ്കിലും നോക്കണം. നമ്മൾ ബോട്ടാണിക്കൽ ഗാർഡന്റെ ടൗൺ ഉണ്ടോ, ഒരു മിനി ടൗൺ. നമ്മൾ നേരെ വിടാം. ഫ്രൂട്ട്സ് നേരെ എന്തെങ്കിലും ഫുഡ് അടിക്കണം. ഒരു നേരെ ഗാർഡന്റെ ഉള്ളിലേക്ക് വരാം. എന്ത് പറയാം, ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. എനിക്കൊരു താല്പര്യം ഇങ്ങനെ ക്രൗഡൊന്നും ഇങ്ങനെ വൈബടിച്ച സ്ഥലത്ത് കൂടി ഇങ്ങനെ പോകണം. നമ്മളെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നാട്ടോ. ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഫുഡ് അടിക്കാൻ ചിക്കൻ കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കണല്ലേ. ഫുൾ ത്രില്ല് അടിച്ചിട്ടുണ്ട് ചിക്കൻ കഴിക്കാൻ വേണ്ടി. എന്തോ എന്റെ ചിരി അങ്ങനെ ചിക്കൻ ചില്ലിയും ഫ്രൈഡ് റൈസും കഴിക്കാൻ പോവാണ്. കൊതി വെള്ളം നിങ്ങൾ വായുന്നൊക്കെ ഒലിച്ചിറങ്ങുന്നുണ്ടോ, വായുന്നുണ്ടോ, കൊതി കൂടിയിരിക്കണുണ്ടോ ഇരിക്കുന്നു. ബ്രോ ണ്ടോ വിശന്ന് വലഞ്ഞ് വാളിച്ചുള്ള ഫുഡൊക്കെ കഴിഞ്ഞ് ഉള്ള ഫുഡ് കിട്ടാനുള്ള എക്സൈറ്റ്മെന്റ് ഇങ്ങനെ ഇരിക്കണം അല്ലേ കണ്ണാ? എക്സൈറ്റ്മെന്റ് ചിക്കൻ കഴിക്കുക. ചിക്കൻ എന്ന് പറഞ്ഞാല് അവന് ടൂറൊന്നല്ല, ഫുഡ് അടിക്കുക. ഫുഡ് അടിയാണ് അവന്റെ മെയിൻ. നമ്മളെ ഫുഡ് വന്നിട്ടുണ്ട് കേട്ടോ. ഫുഡ് വന്നിട്ടുണ്ട് അവിടെ. കണ്ണാ മോനെ കണ്ണം കഴിച്ചു കഴിക്കണം. എന്റെ ഫുഡ് ഇവരുടെ എത്തിയില്ല കേട്ടോ. എനിക്കുള്ള ഫുഡ് വന്നിട്ടോ. അതാ ചിക്കൻ നൂഡിൽസ് ഉണ്ടാവുമ്പോ എന്തോ ഇങ്ങോട്ട് കടിക്കാമെന്ന് മതി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിറങ്ങി നമ്മൾ നേരെ ബൊട്ടാണിക്കൽ ഗാർഡൻ. എന്താ കണ്ണാ പറയാനുള്ളത്? എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഇതിലേക്ക് ചിക്കനായാൽ മതിയില്ലേ? അത് ഇൻ്റെടാ വല്ലാത്ത ആദ്യം ഫുഡ് കഴിക്കുക, വാള് വെക്കുക. ഇതാണ് അവൻ്റെ ഇതാണ് കേട്ടോ നമ്മളെ ബോട്ടാണിക്കൽ ഗാർഡൻ ഫസ്റ്റത്തെ എൻട്രൻസ്. ബോട്ടാണിക്കൽ ഗാർഡൻ്റെ ടൗണാണ് ഈ കാണുന്നത്. എന്താണ് ഫുഡ് കഴിച്ചില്ലേ? അത് നോക്കണ്ട, കൈ വെച്ച കാശാ. വെയിലുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അധികം ഓവർ ചൂടൊന്നുമില്ല. ഇങ്ങനെ പോവാം പതുക്കെ. പറയണ എന്താണ് അവസ്ഥ? അന്ന ഷോപ്പ് കളിക്കോപ്പല്ലേ? കാറ്, പീപ്പി, തോക്ക് ഇതൊക്കെ അല്ല. വേറെ എന്തൊക്കെ വേണ്ട? പോത്ത് പോലെ വളർന്നോ? മീശ തേങ്ങ. കോഴിക്കോട് പോണില്ല. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറിട്ടോ. മറ്റേ ബോട്ടാണിക്കൽ ഗാർഡൻ്റെ ഉള്ളിൽ കയറി ടിക്കറ്റ് ഒക്കെ എടുത്ത് ഇതിൻ്റെ ഉള്ളിലാണ് ഇപ്പം അല്ലേ. ബോട്ടാണിക്കൽ ഗാർഡൻ്റെ ഉള്ളിലാണ്. ഫുള്ള് റഷാട്ടോ. ഇവിടെ നല്ല തിരക്കാണ്. ഹെവി തിരക്കാട്ടോ. രക്ഷയില്ലാകുമ്പോൾ ഭീകര തിരക്കാണ്. പക്ഷെ പഴയ ഒരു ഗാംഭീര്യമില്ല. അല്ല ഇവിടെ നമ്മൾ തണൽ നോക്കി ഇങ്ങനെ ഇറങ്ങിയതാ. കുറച്ച് ഒഴിഞ്ഞു പോകേ ക്രൗഡിന്നേ. ഫുള്ള് ജനസാഗരാട്ടോ. ഒരു രക്ഷയില്ലാകുമ്പോൾ അന്യായ തിരക്ക്. അന്യായമാണ് അന്യായം. ഒരു രക്ഷയില്ല തിരക്ക്. കണ്ണാപ്പി ഇവിടെ നടന്നുകൊണ്ട് കണ്ണാപ്പിൻ്റെ അച്ഛനും മൈ ബിഗ് ബ്രദർ ഇവിടെ നടന്നു പോണ്. കൂട്ടുകാരന്മാരെ തോളത്ത് കൈക്ക് വെച്ചുകൊണ്ട് സംഭവം ഹരിതാവും പച്ചപ്പുമാണ്. മുട്ടക്കുന്ന് എന്താ എവിടെയൊക്കെ തണൽ നോക്കി പോട്ടെ. തണലത്ത് പോയിട്ട് നൈസായിരിക്കണം. ടയർഡായി അല്ലേ? വെള്ളം എടുത്തില്ലല്ലോ കണ്ണാ? കുഴപ്പമില്ല. നൈസായിട്ട് വന്നിട്ടേ ചില്ലടി ചുടലി സൈഡാ. ചില്ലടി ചുടലി നിൽക്കാം അല്ലേ കണ്ണാ? എന്താ എൻ്റെ അവസ്ഥ? എന്താണ് താങ്കൾക്ക് പറയാറുള്ളത്? ഒന്നും പറയണ്ട. മണ്ണിലിരുന്നാ മതിയോ? ഈ കാണുന്ന കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്കൊന്നും കയറ്റാൻ അയക്കണില്ല. ഈ കാണുന്ന കോമ്പൗണ്ടിൽ അതിൻ്റെ ഉള്ളിലേക്കൊന്നും കയറ്റാൻ അയക്കില്ല. എന്താ സംഭവം അറിയില്ല. മണ്ണിൻ്റെ അപ്പുറത്തേക്കൊന്നുമല്ല.
അതുകൊണ്ടാണോ? എന്തായാലും അതിൻ്റെ ഉള്ളിലേക്കൊന്നും കയറ്റാൻ ആളെ വെക്കണില്ല. ഒന്ന് ഇരിക്കണം കയറ്റി നടക്കണില്ല. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ അവിടെ ഇരിക്കട്ടോ. അതെ, അങ്ങനെയെങ്കിലും അങ്ങോട്ട് ഇരിക്കാം അല്ലേ? കാറും നല്ല ഫോഗ് വരാൻ ചാൻസ് ഉണ്ട്. നടന്ന് നടന്ന് ടയർഡായിട്ട് ഇരുന്നാണ്ട് ഇവിടെ വന്നിരിക്കാം കേട്ടോ. അപ്പോൾ നടന്ന് ടയർഡായിട്ട് നൈസായിട്ട് വന്നിരിക്കില്ല. ഞാനും കാരണപ്പാടുണ്ട്. അപ്പോൾ ഈ ചിക്കൻ കഴിച്ചില്ലേ? എന്തേ തലേമേലോ? നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സംഭവം ഞാൻ കാണിച്ചുതരാം. ഈ മരം കണ്ട, മരം ഫുള്ള് കുറേ മരങ്ങൾ നിൽക്കാൻ തോന്നില്ലേ? പക്ഷെ അടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒറ്റ മരമാണ്. ഇവിടുന്നുണ്ടോ ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വളഞ്ഞിങ്ങനെ കയറിക്കുക മേലോട്ട്. ഇവിടെ അങ്ങനെ തന്നെ മേലോട്ട്. ഇതുണ്ടോ? ഇനി ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ വളർന്ന് ഇങ്ങനെ പോകും. ഇതേ മേലോട്ട്. നമ്മള് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഫോട്ടോ സെഷനായി കഴിഞ്ഞ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. കണ്ണാപ്പിക്ക് ജ്യൂസ് വാങ്ങി. ഒരു ജ്യൂസ് കണ്ണാപ്പിക്ക് വാങ്ങി, ഒരു ജ്യൂസ് അച്ഛമ്മയ്ക്ക് വാങ്ങി. ആ ജ്യൂസ് അവന് വേണം പറഞ്ഞ് സീനാക്കുന്നുണ്ട്. ചങ്ങായി ഫുഡ് 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 ഉറക്കുന്നിട്ട് ഫുഡേ ചിരിക്കൺ ഞാനില്ലേ? ചിരിക്കൺ ചിരിയാണല്ലേ? ഫുഡ് തന്നെ ഫുഡ് തന്നെ ഫുഡ് തന്നെ. ഇവിടെ ഇരിക്കാൻ സൗകര്യം ഉണ്ടെന്നില്ലേ? അതെ, ഇവിടെ ഇരിക്കുന്നല്ലോ. ഇവിടെ ഇരിക്കുമ്പോ ഇങ്ങോട്ട് വരാൻ പറയണോ അമ്മയോട്? ഇവിടെ ഇവിടെ സീറ്റ് ഇനി പോവല്ലേ? കർണാടകം പോവാ, തിരിച്ചു പോവാ, ഇനി വീട്ടിൽ പോവാ. ഇനി വേറെ എവിടെയും കയറണ്ടല്ലോ. ഇനി ലേക്കൊന്നുമില്ല. ലേക്ക് കണ്ടില്ലേ? ഇനി എന്ത് ലേക്ക്? ഇനി ലേക്കൊന്നുമില്ല. ഇനി നേരെ വിടുക. മതി, മടുത്തു. അങ്ങനെ ഇന്നത്തെ ദിവസം ഇങ്ങനെ പോയി. തണുപ്പില്ല, വെയില. പറയൂ കണ്ണാ, പറയാ പറയാ പറട്ടെ. ഐസ്ക്രീം തിന്നാൻ കിട്ടാത്തതിന്റെ ഐസ്ക്രീമല്ല, ഐസ്ക്രീം പകരം ജ്യൂസ് വാങ്ങിക്കൊടുത്തു. ജ്യൂസ് 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 കുമ്മട്ടിക്ക ജ്യൂസ്, മമ്മട്ടിക്കാക്ക് ഇഷ്ടപ്പെട്ട കുമ്മട്ടിക്ക ജ്യൂസ്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇവിടെ വന്നു. ഫസ്റ്റ് ബോട്ട് ഹൗസ് പോയി, ബോട്ട് കയറി അതിലൊന്ന് റൗണ്ട് അടിച്ചു. തിരിച്ച് ബൊട്ടാണിക്കൽ ഗാർഡനിൽ വന്നു. ജസ്റ്റ് ഒന്ന് നടന്നു. ഇനി തിരിച്ച് എന്താണ് കർണാടക ഗാർഡനോ എന്താണ് അല്ലേ? അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട്. ചക്ക് ദേ ഇന്ത്യ, ചക്ക് ദേ ഹോം. ഷൂട്ടിംഗ് മേടൊക്കെ പോയി. അതും നാർത്തസ്ഥാണെങ്കിൽ ഒലക്കാണ്. ചോക്ലേറ്റ് തിന്നണ സാധനമല്ല, അത് വേറെ ഒന്നുമില്ല. അവിടെ പോയാലും ഇതൊന്നുമല്ലല്ലോ പറയാ, തിന്നാനല്ലോ പറയാ. ചോക്ലേറ്റ് ഫാക്ടറി ഒരിട്ടം കാണാനുള്ളൂ. എവിടെ അച്ഛമ്മയൊക്കെ? അച്ഛമ്മയൊന്നും കാണാനല്ലോ അവിടെ. താഴത്തല്ലേ? ഓക്കെ. ഫുള്ള് ജനങ്ങളുണ്ട്, ജനസാഗരമാണ്. ഫുള്ള് ജനങ്ങളാ. ഇതുണ്ടോ? അവിടെയൊക്കെ ഉണ്ട് ജനസാഗരം. ഇവിടെ നേരത്തെ ഒരുപാട് ആൾക്കാരുണ്ട്, ഇപ്പോൾ കുറച്ചൊന്നും ആക്കാൻ വന്ന്. ഇനി വീണ്ടും തിരക്ക് കൂടും കുറച്ച് കഴിഞ്ഞാൽ. ഇതേ കണ്ണ മുന്നിൽ പോകണം. ഫുഡ് ഫുഡ് ഫുഡ്. ബീപ്പക്കുറ്റി മാതിരിയായോ? ഇല്ല കണ്ണാ, ജിമ്മിന് പോകണ്ട നമുക്ക്? എന്ത് ജിമ്മല്ലേ? ഷേക്ക് ഞാൻ ടേസ്റ്റ് ഒക്കെ കാരണം ഫുള്ള് കുടിക്കുക കിട്ടിയ കാപ്പില്. ആ രണ്ടൊന്നല്ല, ഒരു 4-5 സിപ്പ് അടിച്ചിക്കണേ ചെയ്യും. കരുണാനിധി ഹലോ പതുക്കെ പോവാ. ഇവിടുന്ന് പതുക്കെ ഇറങ്ങട്ടെ. അമ്മക്കൊന്നും നിൽക്കാൻ വയ്യ. നീര് വന്നിട്ടേ രക്ഷീന്. ഇത് നമ്മൾ വെച്ചല്ലോ. ഇത് പഴം എടാ വേസ്റ്റ് കൊണ്ടിട്ടോ. നമ്മൾ തിരിച്ചിറങ്ങാണ്ടോ ബൊട്ടാണിക്കൽ ഗാർഡന്. വേ ഔട്ട്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? എന്താ പറയാ? നമ്മൾ തിരിച്ചിറങ്ങണ്ടോ? അതാണ്
കവാടം തിരിച്ചിറങ്ങാം. ബോട്ടാണിക്കൽ ഗാർഡൻ തിരിച്ചിറങ്ങാം നമുക്ക്. ഇവിടുന്ന് എങ്ങനെ ഇറങ്ങാൻ പോവാണ്. ഇതാണ് മാർക്കറ്റ് കേട്ടോ. കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഗിഫ്റ്റ് മാർക്കറ്റാണത്. കുറേ സംഭവങ്ങളുണ്ട്, കടകൾ. പോവാം. ഇവിടെ കുറേ കടകൾ. ടിബറ്റൻ ഫ്ലാഗ് അല്ലേ? അതെ, ഫുള്ളിവിടെ ടിബറ്റൻ മാർക്കറ്റാണ്. ടിബറ്റൻ മാർക്കറ്റ് ഊട്ടി. നല്ല രസമല്ല ഇപ്പം പിള്ളേരെ കണ്ടോ. ആ എന്താണ് ഇവിടുന്ന് ഇറങ്ങിട്ടോ. ബോട്ടാണിക്കൽ ഗാർഡൻ അവിടുന്ന് ഇറങ്ങി തിരിച്ച് പിന്നെ അതെ റൈറ്റ് കൊണ്ടുവരും. അതെ റൈറ്റ് പോട്ടെ. അവിടുന്ന് കയറാം. അവിടുന്ന് തിരിച്ച് നേരെ പോയിക്കോളി. മെയിൻ റോഡിൽ കയറിയാൽ മതി. മാപ്പ് ഇട്ടളി. പിന്നെ കിട്ടിയില്ല. ഫുള്ള് തിരക്കാം. ട്രാഫിക് കേട്ടോ. വരി അങ്ങനെ നിൽക്കാതെ പഠിപ്പിക്കുന്ന ആൾക്കാർ. അങ്ങനെ നിങ്ങൾക്ക് ക്യൂവിൽ നിൽക്കാം. ഞങ്ങളിവിടെ മറ്റേ കർണാടക ഗാർഡനിൽ വന്നു കേട്ടോ. പക്ഷേ ആർക്കും കയറാൻ മൂടില്ല. എനിക്കും മൂടില്ല. ഞാനും ഓൾറെഡി വന്നിട്ടുണ്ട്. ഇതാണ് അപ്പോൾ കർണാടക ഗാർഡൻ. മൂടില്ല, വയ്യാണ്ടായി. എല്ലാവരും ടയേർഡായി കേട്ടോ. കണ്ണാപ്പിയും ടയേർഡായി അല്ലേ? ടയേർഡായി. നമ്മൾ അങ്ങനെ ഊട്ടിയിൽ നിന്ന് തിരിച്ചു. ഇപ്പം ഏകദേശം യൂക്കാലി മരങ്ങളുടെ ഒരു ഏരിയ ഉണ്ട്. അതും കഴിഞ്ഞ് വേറെ ഏരിയ ഉണ്ട്. അത് എത്തിയിട്ടുണ്ട്. ഈ മുട്ടക്കുന്നതിന് മുന്നേ അവിടെ അങ്ങനെ വന്ന് നിൽക്കുക. ഇങ്ങനെ പോട്ടെ നടന്ന് ഒന്ന് ചില്ലാൻ പറ്റുമോ കേട്ടോ. എവിടെയെങ്കിലും പറ്റിയിരുന്ന്. അമ്മ നടക്കാൻ വയ്യാതെ നടക്കുന്നു. കണ്ണാപ്പിയാകണം. യാത്ര ഇങ്ങനെ പോവാം. അങ്ങനെ നമ്മൾ ഒരു ചായ കുടിച്ച് കണ്ണാപ്പിയുടെ കടല കഴിച്ചുകൊണ്ടിരിക്കണം. സ്വന്തം കാശ് എടുത്ത് വാങ്ങിയിട്ട് കടല കഴിച്ചുകൊണ്ടിരിക്കണം. ചായ കുടിച്ചു. ഇവിടുന്ന് ഈ ചായക്കടയിൽ നിന്ന് ഞങ്ങൾ പതുക്കെ ഇങ്ങനെ നടക്കട്ടെ. ഞങ്ങൾ പൈമരത്തിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ ഇറങ്ങിയിട്ടില്ല നിങ്ങൾ പൈമരം ഒന്നും കണ്ടില്ലേ? നല്ല ഇന്നോ അക്കുമ്പോൾ മതി. അമ്മയ്ക്ക് വയ്യ. അങ്ങനെ പൈൻ മരങ്ങളുടെ ഇടയിൽ കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾ പണ്ട് വന്നിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ഞങ്ങൾ പണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ആ പറ. രണ്ട് കുരങ്ങന്മാരും തല്ലുമാരോടാ. ദേവിടെ അടിയുണ്ടോ? വെള്ളത്തിന് അടിയുണ്ടോ? അതെ, വലിയ അടിയുണ്ടോ? ഉണ്ടോ തല്ലുന്നത്? നമ്മുടെ കൊച്ചുകുട്ടികളമാരുണ്ട്. ചിമ്പാൻസി. യൂക്കാലി മരങ്ങൾ കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നിട്ട് അങ്ങോട്ട് ഇവിടെ കണ്ട ക്യാരറ്റ് കൃഷിയുണ്ട് ഈ കാണുന്നത്. ഓടിയിട്ടുണ്ട്. അങ്ങനെ ഫോട്ടോഷോട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ചിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. തിരിച്ച് കാറിൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരെ തിരിച്ച് പോട്ടെ. മമ്മി നല്ല ടയർഡായിട്ടുണ്ട്. തിരുമ്പി പോകലാം. എന്താ പറയല്ലേ? ആ വീഡിയോ ഉണ്ടല്ലോ. ഓ അത് ഞാൻ എനിക്ക് ഓർഡർ ചെയ്തോണം തരാം ഓൺലൈനിൽ. ഞാൻ ഇഞ്ഞും വരും ഇങ്ങോട്ടേ. ഞാൻ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. വരുമ്പോ അല്ല ഞാൻ ഇങ്ങോട്ട് വരുന്ന്. ഇങ്ങോട്ട് വരുമ്പോ കൊണ്ടുവന്നേരണ്ട് പോരെ? ആ അല്ല കുട്ടിച്ച് ഒറ്റയ്ക്ക് വരും ബൈക്കുമ്മേ. ഒറ്റയ്ക്ക് വരും പറയുമ്പോ എങ്ങനെ ഒറ്റക്കാവില്ലല്ലോ. അത് ഒറ്റക്കാവില്ലല്ലോ. ഒറ്റക്കാണ് കുട്ടിച്ചൊക്കെ വരുന്നതേ.
ഒറ്റക്ക വരുന്നത് ബൈക്കും ഒറ്റയ്ക്ക് വരുന്നത് ഇഷ്ടം. എന്നിട്ട് ഈ മണ്ണിൽ കൂടെ കിടന്ന് നമുക്ക് എൻ്റെ കൂട്ടുകാർ തല്ലു കൊടുക്കാം. അതെ കൂട്ടുകാർ തല്ലു നോക്ക്, എൻ്റെ കൂട്ടുകാർ തല്ലു നോക്ക്. വേറെ സംഭവം കാണിച്ചു കേട്ടാ. അടിവിടുണ്ടോ ഒരേ അടി തന്നെ. കട്ടത്തിട്ടൊക്കെ തല കുത്തനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണാ എൻ്റെ കൂട്ടുകാർ തല്ലു നോക്ക്. തല്ലുവിടുന്നുണ്ടോ ഒരേ അടി കേട്ടോ. അന്യ തകർപ്പം സിനിമാറ്റിക് വീഡിയോ നടന്നുകൊണ്ടിരിക്കണത്. എൻ്റെ കൂട്ടുകാർ ഫുൾ അടിയിലാണ്. അടി അതാണ്ട് കണ്ടോ. കടക്കണൊക്കെ കോർ അടി വിടാലോ ഒരിടിയാ. അടി ഇപ്പോൾ അടി വിടും കേട്ടോ. നോക്കി അവിടെ കുട്ടികള് ഒരു കുട്ടിയിട്ട് പഞ്ഞിട്ടുണ്ട്. എവിടെ അവിടെ പെട്രോൾ ചാർജ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ കുരങ്ങന്മാരുടെ ഇടി കണ്ടു. പിന്നെ എന്തൊക്കെയാണ് കണ്ടത്? നമ്മൾ ബോട്ട് ഹൗസ് പോയി, ബോട്ടാണിക്കൽ ഗാർഡൻ പോയി, കർണാടക ഗാർഡൻ പോയി, മൊട്ടക്കൊന്ന് കയറി, മറ്റേ യൂക്കാലിമരത്ത് പോയി, ഫോട്ടോ എടുത്തു. എന്ത് താങ്ക് യു. ഇനി നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട്. സ്റ്റിക്ക് നല്ല ഹെവിയാ. മൊബൈലും കൂടി ഉണ്ടാകുമ്പോൾ കൈയൊക്കെ പാനിക്കുണ്ട് കുറേ നേരം ഹോൾഡ് ചെയ്യുമ്പോൾ. പിടിച്ചോക്ക് കണ്ടോ നല്ല വീട്ടിലെ ഹോൾഡ് ചെയ്ത് കുറച്ചിടാം. മര്യാദക്ക് ഹോൾഡ് ചെയ്യ്. അങ്ങനെ പിടിക്ക്. അപ്പൊ വെയിലുണ്ട്. അച്ഛമ്മ കൂടെ ഇങ്ങനെ പോകും. ഇത് നമ്മളാറല്ലോ നമ്മളൊരു സ്വിഫ്റ്റാണ്. സ്വിഫ്റ്റ് അതിൻ്റെ അവിടെ ഒരു പശു, അതിൻ്റെ അവിടെ ഒരു ഇപ്പൊ വെളിച്ചം പോയല്ലോ. ആണ്ടെ എൻ്റെ അച്ഛൻ അച്ഛന് പ്രത്യേകിച്ച് ഒന്നും പറയാല്ല. അച്ഛൻ ടൂർ പോയത് തന്നെ എന്തോ പറ്റും. വർത്തമാനം പറയും. എന്ത് പറയാനാടാ ഇത് പറഞ്ഞ പോലെ അച്ഛന് ടൂർ അടിപൊളിയായിരുന്നു. പറയണം മൂത്രമൊക്കെ അതൊക്കെ വന്നില്ലേ. ആദർശപ്പ കേറി. പിന്നെ അച്ഛമ്മ ഇവിടെ ഉണ്ട്. പിന്നെ ദാന്റെ ചിത്തൂരിച്ച അവിടെ ഉണ്ട്. സ്റ്റിയറിങ്ങിന് അകരം കൂട്ടിച്ചാ തിരിച്ചു പിടിച്ചിട്ട് പറയാ. എന്റെ മോഹം കാണിക്കുന്നു. പിന്നെ ഞാൻ എവിടെ ഉണ്ട്. പിന്നെ ദാണ്ട പുറത്തു കൂടെ ഇഷ്ടം പോലെ വണ്ടികളും പോകുന്നുണ്ട്. കണ്ടോ ഓടമ്മക്കാരില്ലാതെ പശു ബംഗ്ലാളിന്റെ ഇങ്ങനെയൊക്കെ സൂമിങ് ഒന്നുമില്ലേ. ചിത്തൂരിച്ചൊക്കെ വന്നിട്ട് ഗ്ലാസ് ഒക്കെ താത്തിക്കളാ. ഗ്ലാസ് ഒക്കെ താത്തൊന്നും പുറത്ത് തണുപ്പുണ്ടാവോ? പിന്നെ തിരികെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇനി ഇതാണ് മറ്റേ നമ്മുടെ മൊട്ടക്കൊന്ന് ഏരിയ ആണ് ഈ കാണുന്നത്. മൊട്ടക്കൊന്ന് ഷൂട്ടിംഗ് ഏരിയ ഒക്കെ പറയും. മൊട്ടക്കൊന്ന് എന്ന് പറയും. ഈ കാണുന്ന ഇതാ കാണുന്ന ഷൂട്ടിംഗ് ഏരിയ. പോകുമ്പോ ഈ ആൾക്കാർക്ക് ചെറുതായിട്ടാണ് രസമാണ്. നമ്മക്കായിട്ട് കാണുന്നുണ്ട് എവിടെ പോയി അതേമാതിരി ഓർക്ക് ഇങ്ങോട്ട് നോക്കുമ്പോൾ അതായിട്ട് പോകുന്നു. ഇവിടെ വന്നാ പിന്നെ എന്തെങ്കിലും കാണാൻ. ഈ ഏരിയ കൂടി ബൈക്ക് എടുത്തിട്ട് പടച്ചൊരു പോക്കുണ്ട്. പൊളിയായിരിക്കും. എന്തായാലും എനിക്ക് എന്തായാലും ആ ടയർ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് സ്ഥലത്ത് വരണം. എന്തായാലും വരാം. ഞാൻ എന്തായാലും വരും. നമുക്ക് നാളെ മറ്റന്നാളൊക്കെ എന്തായാലും ഇറങ്ങും. ഞാൻ
ഇറങ്ങണം എന്തായാലും. പേരിൽ കച്ചവടം അവിടെ. കുതിരകളൊക്കെ ഉണ്ടോ? കുതിരകൾ ഇവിടെ കൈതിരിക്കുന്നത്. ഇതിപ്പോ നമ്മള് ഇവിടൊക്കെ പോയാലും അങ്ങനെ തന്നെയാണ്. എന്താ പറയാ, മണാലി മണാലി ആ പറഞ്ഞ സ്ഥലം പോണില്ലേ, അവിടൊക്കെ ക്ലൈമറ്റ് ആസ്വദിക്കാനോ. നമ്മൾ തിരിച്ചിറങ്ങിക്കൊണ്ട് കേട്ടോ. അപ്പോൾ തിരിച്ച് കാലിമരങ്ങളുടെ ഇടയിലൂടെ കൊണ്ടുവന്നിട്ടാണ് വണ്ടി നിർത്തി പോകേണ്ടതുണ്ട്. കണ്ണ നല്ല ഓർക്കാം. സൂര്യൻ കണ്ട അസ്തമിക്കാനായി. നല്ല ടയർഡായി, നല്ല ഉറക്ക ക്ഷീണം. വീട്ടിൽ ചെന്ന് നൈസായിട്ട് ഫുഡടിക്കാൻ കിടക്കുക. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ പിള്ളേരുടെ വക ട്രിപ്പ് പ്ലാൻ ആക്കുന്നുണ്ട്. ഒരു 1 വീക്ക് എക്സ്പേർട്സ്. നല്ല മഴ പെയ്ത് തുടങ്ങിട്ടോ. രക്ഷയില്ലാത്ത മഴ തിരിച്ചു വന്നപ്പോൾ. അല്ലെങ്കിൽ ഇടിക്കൂല. നല്ല മഴ. ഞാനെങ്ങനത്തെ തിരിയുള്ള നാട്ടുകാർ അറിയാലോ. അടിപൊളിയാകുമ്പോൾ ആര് മഴ. ഒരു കാര്യം പറഞ്ഞു. ഇത് കേട്ടോ, നല്ല മഴ, ഹെവി മഴ. മഴയൊക്കെ പെയ്യുമ്പോൾ പറഞ്ഞ നല്ല ഹെവി മഴ കേട്ടോ. പുറത്ത് നല്ല മഴയാണ്. നല്ല മഴ പെയ്ത് ഞങ്ങൾ എന്താട്ടി ഇനിയിപ്പോൾ ചെന്നിട്ട് വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുകയല്ല. അതുകൊണ്ട് ഞങ്ങൾ ഹോട്ടലിൽ കയറിയിട്ട് പ്രസ്റ്റീജ് കയറിയിട്ട് ബ്രോസ്റ്റ് ഇവൻ്റെ അഭ്യർത്ഥന വാങ്ങിച്ച് ഞങ്ങൾ റോസ്റ്റ് ആക്കുമെന്ന് വിചാരിക്കും ഇന്ന് രാത്രി. അത് ചിരിയുണ്ടോ? റോസ്റ്റ് എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ അവൻ്റെ ആവേശം കണ്ടില്ലേ? അങ്ങനെ കൊതിയുണ്ടോ? അങ്ങനെ ഒലിച്ചിറങ്ങാണ്ടോ? അവിടെ തേലൊലിച്ചിറങ്ങാണ്ടാവും കൊതി വെള്ളം. നല്ല മഴ, ഹെവി മഴ, രക്ഷയില്ല. വലിയ കാരണം വിടുന്നത്. അമ്മയും മറ്റേ കാരണം പുറത്തുണ്ട് വണ്ടിയിൽ. മഴ കാരണം സൗണ്ട് കേൾക്കുമെന്ന് അറിയില്ല കേട്ടോ. ഒരു രക്ഷയില്ല. അപ്പോൾ ആകട്ടെ പറ. പിസ്സ? ഞാൻ പിസ്സ അയച്ചിട്ടുണ്ട്. ഞാൻ ഇവിടുത്തെ പിസ്സ അയച്ചില്ല, പിസ്സ അയച്ചിട്ടുണ്ട്. ഞാൻ പിസ്സ ഹട്ടിൽ നിന്ന് പിസ്സ അയച്ചിട്ടുണ്ട്, ഡോമിനോ പിസ്സ അയച്ചേക്കണ്. അങ്ങനെ കുറേ ടൈപ്പ് പിസ്സ അയച്ചു. അങ്ങനെ ടേസ്റ്റ്. ഡോമിനോസ് പാപ്പാജോൺ അടിപൊളിയാണ്. ഡോമിനോസ് അല്ല, പാപ്പാജോൺ അത് നല്ല പിസ്സ കഴിക്കാത്തതുകൊണ്ടാണ്. പാപ്പാജോൺ കഴിക്കണം. പാപ്പാജോൺ നല്ല ചീസിൽ വരുന്നത്, നല്ല ഹൈറ്റിലിങ്ങനെ ത്രാട്ടിലിങ്ങനെ സൈഡിലിങ്ങനെ പെപ്പറോണിയൊക്കെ ഇട്ട് അങ്ങനെ ഉള്ളിൽ ചീസിൻ്റെ ടൈപ്പ് പാപ്പാജോൺ ഉണ്ട്. ആ പിസ്സ കഴിക്കണം, അടിപൊളിയാണ്. പിന്നെ മാസ്ട്രോ ഉണ്ട്, പാപ്പാജോൺ ഉണ്ട്, കുറേ കമ്പനികളുണ്ട്. ബ്രാൻഡിൻ്റെ പേരാൻ പറഞ്ഞത്. അങ്ങനെ കണ്ടോ, നല്ല മഴ, ഒരു രക്ഷയില്ലാത്ത മഴയാണ്. കണ്ടോ മഴ കുട കുറേ കാലമായി മഴ ഉണ്ട്. ഞാൻ വന്നൊന്ന് ജസ്റ്റ് ഒന്ന് മഴ പെയ്തു, പിന്നെ മഴ പെയ്തില്ല. രംഗമോനെ ഹാപ്പിയാണോ? രംഗമോനെ അവന് ചിക്കൻ വേണം. ചിക്കൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ചിക്കനാണ് അവൻ്റെ ലൈഫ് നിലനിർത്തുന്നത്. എന്തരാ അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ വാങ്ങി ബ്രോസ്റ്റൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ റിട്ടേൺ ബുക്ക് കൊണ്ട് കയ്യിലൊക്കെ ചേട്ടന് മറ്റേ കാല് വേദന യൂറിക് ആസിഡ് വന്നിട്ട് ഇത് കയറി വന്നിട്ട് ആക്കണ ആള് മറ്റേ മെഡിസിൻ വാങ്ങാണ്ട് പുറത്തുണ്ടായിരുന്നു. ഞങ്ങൾ നേരെ അങ്ങനെ അതും കഴിഞ്ഞ് നേരെ വീട്ടിൽ പോയി ഫുഡും കഴിച്ചൊന്ന് ഫ്രഷായിട്ട് കിടന്നിറങ്ങും. നല്ല മഴ കേട്ടോ, രക്ഷയില്ലാത്ത മഴ പെയ്തും തോർന്നിപ്പോൾ. മഴ തോർന്നു, വീട്ടിലേക്കൊന്നും മഴ ചെയ്തില്ല പറഞ്ഞാൽ. അങ്ങനെ നമ്മൾ കുട്ടി ടൂറൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഫുഡ് കഴിച്ചില്ല, ഫുഡ് കഴിക്കണം. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.